ഈ രാഷ്ട്രപതി വന്ന ഹെലികോപ്റ്ററിന്റെ ഒരു വീല് കോൺക്രീറ്റ് താഴ്ന്നൊരു ഉണ്ടായി. എന്താ സംഭവിച്ചത്? അത് നിങ്ങൾക്ക് ദൂരത്ത് നിന്ന് നിങ്ങൾ നോക്കിയപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതാവാം. കാരണം നിങ്ങൾ അടുത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാന് അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ആ വാർത്ത ഒരുപക്ഷെ വസ്തുതാവിരുദ്ധം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കുണ്ടായൊരു തെറ്റിദ്ധാരണ കൊണ്ടാവാം അങ്ങനെ ആ വാർത്ത നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇടയായിട്ടുള്ളത്. അത് വല്ലാത്ത അപമാനമായിപ്പോയി. അങ്ങനെ ആയിരുന്നില്ല സംഭവം. ഞാൻ അവിടെ തന്നെ നിപ്പുണ്ടല്ലോ. നമ്മുടെ ഹെലിപ്പാഡ് അതിന്റെ സെൻട്രലായിട്ട് എച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എച്ച് മാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടത്. ലാൻഡ് ചെയ്തപ്പോ അല്പം ബാക്കിലേക്കായി പോയി. ആ ബാക്കിലേക്കായി പോയപ്പോ ഇത് ഉയർത്തുന്ന ഘട്ടത്തിൽ ഫാൻ കറങ്ങി ബാക്ക് വശത്തെ ചെളിയും അതോടൊപ്പം തന്നെ പൊടിയും ഒക്കെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ പൈലറ്റ് തന്നെ ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു നമുക്ക് ഈ സെന്ററിലേക്കൊന്ന് നീക്കി നിർത്തണം. അതാണ് അവിടെ ഉണ്ടായത്. അവിടെ ഒന്നും അവിടെ ഹെലിപ്പാഡിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് ഇതിന് ശേഷം നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ നമുക്കറിയാം രാഷ്ട്രപതിയുടെ സുരക്ഷ NSG വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ എയർഫോഴ്സിന്റെ ആളുകൾ വന്ന് അവർ പരിശോധിച്ചതിന് ശേഷമാണ്, അവർ അനുമതി കൊടുത്തതിന് ശേഷമാണ് ഹെലികോപ്റ്റർ അവിടെ നിന്ന് പുറപ്പെടുന്നത് പോലും. അപ്പോ നമ്മൾ നിലയ്ക്കലായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. നിലയ്ക്കൽ വൈകി രാത്രി സന്ധ്യയോടുകൂടിയാണ് അവിടെ മഞ്ഞാവുന്നു. അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. അപ്പോഴാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുന്നത്. വലിയ നിർദ്ദേശം അവരുടെ വന്നു, പ്രസിഡന്റിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം വന്നു. അപ്പൊ തന്നെ ബന്ധപ്പെട്ട എല്ലാ സൗകര്യവും ഒരുക്കി. അവിടെ അങ്ങനെ അരമണിക്കൂർ മതി ഈ കോൺക്രീറ്റ് ഉറയ്ക്കാൻ. റെഡിമിക്സ് വെച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റ് ആണ്. 3 മണിയോടുകൂടി കഴിഞ്ഞു. 3:30 ബന്ധപ്പെട്ട എയർഫോഴ്സ് ആളുകളും മറ്റുമെല്ലാം വന്ന് പരിശോധിച്ചിരുന്നു. അവിടെ നിങ്ങൾക്ക് ഇനിയും നോക്കുമ്പോൾ മനസ്സിലാവും, അവിടെ ഒരു തരത്തിലുമുള്ള അത്തരം ഒരു വീഴ്ചയും അവിടെ ഉണ്ടായിട്ടില്ല. സംഭവം ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണയാവാം, കാരണം ഹെലികോപ്റ്റർ തള്ളുന്നു. അപ്പോൾ ഹെലിപ്പാഡിൽ ഉണ്ടായിട്ടുള്ള ഈ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ നീക്കിയിടുന്നതിന് വേണ്ടി പൈലറ്റ് നിർദ്ദേശാനുസരണം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്ത കാര്യമാണ്. ഈ രാഷ്ട്രപതിയുടെ ഷെഡ്യൂള് 1 മാസം മുമ്പ് വന്നതാണ്. സാധാരണഗതിയിൽ ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ളവർക്ക് വരുമ്പോൾ ഓരോ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കാണാറുണ്ട്. ഇപ്പൊ നിലയ്ക്കലാണെങ്കിൽ ഇത് തുലാമാസമാണ്, മഴക്കാലമാണ്, ചുറ്റും വനമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാധ്യത മുൻകൂട്ടി കാണേണ്ടതല്ലായിരുന്നു? അല്ല, അതെല്ലാം നിർദ്ദേശിക്കുന്ന പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗമാണ്. അവർ നിർദ്ദേശം നൽകുന്നതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഉത്തരവാദിത്വം. അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അവർ തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം സന്ധ്യയോടുകൂടിയാണ് ഇവിടേക്ക് നിർദ്ദേശം വരുന്നത്. അപ്പോൾ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഹെലിപ്പാഡും ഈ സംവിധാനവും ഒക്കെ ഒരുക്കിയത് വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്. അതിന്റെ ബാക്കി പ്ലാൻ ഓരോന്ന് തയ്യാറാക്കുന്നത് ഇവിടെ അല്ലല്ലോ, അത് പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗമാണ്. അവരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഇപ്പോൾ പറയാം, എന്റെ മുമ്പിലാണല്ലോ ഈ സംഭവം നടക്കുന്നത്. ഞാൻ എന്റെ ദൃക്സാക്ഷിയാണല്ലോ. ഇപ്പോൾ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം പ്രസിഡന്റ് വന്ന ഹെലിപ്പാഡ് അവിടെ കോൺക്രീറ്റ് താഴ്ന്നു. അപ്പൊ ഇനി കോൺക്രീറ്റ് ഇച്ചിരി താഴ്ന്നാൽ എന്താ പ്രശ്നം? ഇത് ഉയർത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹെലികോപ്റ്റർ ഇനി കോൺക്രീറ്റ് അങ്ങ് താഴ്ന്നു എന്ന് വെക്കുക, ഈ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റായ വാർത്തയാണ്. പക്ഷെ നമ്മൾ ഈ ചോദിച്ചാൽ ശരിയാണ്, താഴ്ന്നോട്ട് എന്താ പ്രശ്നം എന്നുള്ളത്. ആദ്യത്തെ ഹെലികോപ്റ്റർ അങ്ങനെയായിരുന്നു, താഴ്ന്നു, അത് അവിടെ നിന്ന് ഉയർന്നു പോയി. പക്ഷെ അതിനുശേഷം ഇപ്പൊ ഈ വൈകിട്ട് രാഷ്ട്രപതി തിരിച്ചു വരുന്നവരെ അവിടെ നിൽക്കുകയാണ്. രാവിലെ ഇട്ട കോൺക്രീറ്റ് ആണ്. ഇത് തെറ്റാവുമെന്നുള്ള അയ്യോ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഒരു ആശങ്കയും വേണ്ട. അരമണിക്കൂർ കൊണ്ട് അത് സെറ്റാവുന്ന നിലയിലുള്ള റെഡിമിക്സ് കോൺക്രീറ്റ് ആണ് ഇട്ടത്. അത് നമ്മളല്ലല്ലോ പരിശോധിക്കുന്നത്, നമ്മളാരും അല്ലല്ലോ പരിശോധിക്കുന്നത്. പ്രസിഡന്റിന്റെ സുരക്ഷാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ. എയർഫോഴ്സ് വന്ന് പരിശോധിച്ച് അവരെല്ലാ പെർമിഷനും കൊടുത്തതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ഓരോ നീക്കങ്ങളും.
അപ്പൊ അതെല്ലാം അതിന്റെ സുരക്ഷിതമാണ്. ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഒരുപക്ഷെ ബോധപൂർവം കൊടുത്തതായിരിക്കില്ല. നിങ്ങൾക്ക് വളരെ ലോങ്ങിൽ നിന്നുള്ള ഒരു ദൃശ്യം കണ്ടപ്പോൾ നിങ്ങൾ കൊടുത്തതായിരിക്കാം. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പോയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെലിപ്പാഡ് അവിടെ സന്ദർശിക്കാനും അവിടുത്തെ അതിന്റെ വിഷ്വൽ എടുക്കാനും ഉള്ള അവസരം നൽകാം. അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. ദൃശ്യങ്ങളിൽ പിന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ ചോപ്പറിന്റെ ഇടതുവശം, അതായത് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് നിങ്ങളിപ്പോ പറഞ്ഞ ഇടതുവശം എന്നല്ലേ, നിങ്ങൾ അവിടെ വരുമ്പോൾ അത് മനസ്സിലാവും. അത് നിങ്ങൾക്ക് ലോങ്ങിൽ നിന്ന് നിങ്ങൾ നോക്കിയതുകൊണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിക്കണം എന്ന നിലയിലാവാം. പക്ഷെ ഇതാണ് അതിന്റെ വസ്തുത ഇതാണ്. അത് തെറ്റിദ്ധാരണയാണെങ്കിൽ മാറണം. ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് എത്തുമ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകുന്നു എന്ന് മലയാളിക്കാകെ അപമാനമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വിവരിച്ചെന്നേ ഉള്ളൂ. എൻ്റെ മുമ്പിൽ കണ്ട ഒരു സംഭവം, അത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ പ്രസിഡന്റ് പോയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം, ആ ഹെലിപ്പാഡ് നോക്കുമ്പോൾ അറിയാമല്ലോ. താന്നെങ്കിൽ നമുക്ക് അവിടെ കാണാമല്ലോ. അത് നിങ്ങൾ തിരുത്തണം. ശരി. ആളുകളെ ഇങ്ങനെ സാധാരണ ഹെലികോപ്റ്റർ പോകത്തല്ല, ഇതുപോലെ ആൾക്കാർ കൊള്ളാൻ വേണ്ടി പിന്നെ എന്താ ചോദ്യം? ഇത് സുരക്ഷ, അദ്ദേഹത്തിന്റെ സുരക്ഷ, ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ചുറ്റുമുണ്ട്. എന്താവശ്യം വേണമെങ്കിലും അതിനുള്ള സഹായം ചെയ്യാനുള്ള ആളുകൾ അവിടെയുണ്ട്. എല്ലാ ടീമും ഉണ്ട്. NSCയുടെ ടീമുണ്ട്, കേരള പോലീസിന്റെ ടീമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പൈലറ്റ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവർ അത് മുമ്പോട്ട് നീക്കി സെൻട്രലാക്കി ഇട്ടു. അതിനുശേഷം അവര് ബാക്കി കാര്യങ്ങൾ ചെയ്തു. അതാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഇത് നമുക്ക് മലയാളിക്കായ ഒരു അപമാനമാകുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഞാനിത് എന്റെ തൊട്ടു മുമ്പിൽ നടക്കുന്ന ഒരു സംഭവം എന്ന നിലയിലാണ് ഞാൻ വിശദീകരിച്ചത്. മറ്റു രണ്ട് ഹെലികോപ്റ്റർ എത്തി തന്നെയാണോ? അല്ല, അത് മറ്റ് രണ്ട് വേറെയും ഇതുണ്ട്. വേറെയും ഹെലിപ്പാഡ് സമീപ സ്ഥലത്തായി 3 ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെ എച്ചിൽ തന്നെയാണോ നിർത്തിയിരുന്നത്? മറ്റേ രണ്ടെണ്ണോ ആദ്യം വന്നത്? അത് രാഷ്ട്രപതി വന്നിറങ്ങിയെടുത്തല്ലോ മറ്റേത് നിന്നത്. അപ്പൊ അത് അതിനെ സംബന്ധിച്ച് എന്റെ ശ്രദ്ധയിലില്ല. അതിനെ നോക്കിയെങ്കിൽ മാത്രമേ പറയാൻ വേണ്ടി. ആദ്യം ഇങ്ങനെ കണ്ടപ്പോഴേ ആദ്യം വന്നിറങ്ങിയത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. അത് എച്ചിലല്ല നിർത്തിയത്, അത് ഉടനെ ഉയർന്നു പോകുന്നതായിരുന്നുകൊണ്ട് അല്ല, അത് നിങ്ങളിപ്പോ ചോദിച്ചപ്പോഴാണ് അതിന് പരിശോധിക്കപ്പെടേണ്ട കാര്യം. ഇനി എച്ചിലാണോ നിർത്തിയത്? നിങ്ങൾക്ക് ഇവിടെ എച്ച് കാണില്ല. കാരണം ഒരിക്കലും കാണില്ല. നിങ്ങൾ മീറ്റർ കണക്കിന് ഇപ്പൊ ദൂരെ മാറി നിൽക്കുന്ന അവരെ നിങ്ങൾ എങ്ങനെ എച്ച് കാണുമെന്നാ പറയുന്നത്? ഈ സ്റ്റേഡിയത്തിനുള്ളിലെ അത് നമുക്ക് ഉറപ്പായി നോക്കാം. നമുക്കിതിന് ശേഷം അല്ലല്ല, നമുക്ക് അത് ഹെലിപ്പാഡ് നോക്കാമല്ലോ. താനെങ്കിൽ അവിടെ കാണണ്ടല്ലോ. ശരിയാക്കാനും അറിയാമല്ലോ. നിങ്ങളൊരു വാർത്തയിൽ നിങ്ങൾ ഞാൻ കള്ളമെന്ന് പറയുന്നില്ല, തെറ്റായ വാർത്ത കൊടുത്തിട്ട് അതിൽ തന്നെ പിടിച്ചു നിൽക്കരുത്. അതിൽ തന്നെ ശരിയാണ് എന്ന് പറയും. കാരണം ഇത് വെറും ഒരു വ്യാജ വാർത്തയല്ല. ഇത് നമ്മളെ ആകെ മോശക്കാരാക്കുന്ന നിലയിലുള്ള ഒരു വാർത്തയാണ്. അപ്പൊ അത് അവര് തന്നെ വിശദീകരിക്കും. ശരി. തള്ളിയ ചില ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ വീല് ഒതുഞ്ഞുപോയി എന്നുള്ള പ്രതികരണമാണ് അവരുടെ. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ പറയട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ പറയട്ടെ. അതാരാ പറയുന്നത്? നിങ്ങൾക്ക് ആ വിഷയം വീണ്ടും എടുത്ത് പരിശോധിക്കാം, വീണ്ടും അത് നോക്കാം. അതിനുള്ള സംവിധാനം എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, ശരി.